അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പുരുഷൻ ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത് കൃത്യമായി ഒരു ഭർത്താവിന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ആ പുരുഷൻ ഭാര്യയെ പൊന്നുപോലെ നോക്കും. ഇത് പല വീട്ടിലും പുരുഷന്മാർക്ക് കൃത്യമായി കിട്ടാത്തത് കൊണ്ടാണ് വലിയ പ്രശ്നത്തിൽ കുടുംബജീവിതം എത്തുന്നത്. പുരുഷൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ നാം പുരുഷന് നൽകി നോക്ക്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പൊന്നുപോലെ വളരെ സന്തോഷകരവും, പിന്നെ ഒരാളും ഫോൺ വിളിച്ചൊന്നും പറയില്ല, എൻ്റെ ഭർത്താവിന് ഇപ്പോൾ മുമ്പത്തെ പോലെ സ്നേഹമില്ല, എന്നെ തീരെ മൈൻഡാക്കാറില്ല, എന്നെ എൻ്റെ കുട്ടികളെ പരിഗണിക്കാറില്ല, ഒന്നും ചിരിക്കുക പോലും ചെയ്യുന്നില്ല, ഒന്നും നിങ്ങൾ പറയില്ല. പുരുഷൻ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ എന്ന് ആഗ്രഹിക്കുന്നത് പുരുഷനിക്ക് എപ്പോഴും വിജയിക്കണം, ഒരു ലക്ഷ്യത്തിൽ എത്തണമെന്നുള്ള ആഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകും. പുരുഷൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭാര്യയിൽ നിന്ന് സപ്പോർട്ട്, തൻ്റെ എല്ലാ കാര്യത്തിനും എന്നെ ഒരു സ്നേഹിതനെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയാണ്. അത്തരത്തിലുള്ള ഭാര്യയെ തീർച്ചയായും പുരുഷന് വലിയ ഇഷ്ടമായിരിക്കും. ഏത് കാര്യം കണ്ടറിഞ്ഞുകൊണ്ട് ഏത് വിഷയത്തിനും, അവൻ്റെ ജോലിയുടെ കാര്യത്തിന് വലിയ നേട്ടം കിട്ടി, കച്ചവടത്തിന് വൻ വിജയം കിട്ടി, അല്ലെങ്കിൽ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല ഒരു അംഗീകാരം പരിഗണനം കിട്ടി, വലിയ സന്തോഷത്തിലായിരിക്കും. അവൻ വന്ന് വീട്ടിലത് പറയും, സന്തോഷത്തിൽ പറയും. ആ സമയത്ത് ഭാര്യ അതെ, നീ ഇപ്പോൾ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചായ കുടിക്കുക, പിന്നെ നമുക്ക് സംസാരിക്കാം, അതോടുകൂടി എല്ലാം തളർന്നു പോകും. അത് വളരെ ഗൗരവത്തോടു കൂടി കണ്ട്, അതെ നിങ്ങൾ ആരാണ്, നിങ്ങൾ നല്ല കഴിവുള്ള ആളാണ്, അത്ര നിങ്ങളെ എനിക്ക് നന്നായി അറിയാം എന്ന് ആ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളും ഒന്ന് അഭിനന്ദിക്കുകയാണെങ്കിൽ തീർച്ചയായും സന്തോഷമാകും. അവൻ്റെ എല്ലാ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കുള്ള സപ്പോർട്ട് തീർച്ചയായും അവർ ആഗ്രഹിക്കുന്നു. അത് കിട്ടുന്നില്ല പലയിടങ്ങളിലും. പുരുഷന്മാർ അവർക്ക് അവരുടെ ബിസിനസ്സിന് മറ്റു കാര്യങ്ങൾ അവർക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് വളരെ സന്തോഷത്തിൽ പറയാനും അവതരിപ്പിക്കാനും ഒക്കെ വരും. ആ സമയത്ത് നിങ്ങളിപ്പോൾ ആദ്യം പോയി കുളിക്ക്, നീ ഇപ്പോൾ ആദ്യം ചായ കുടിക്ക്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്ക്, അങ്ങനെ നിസ്സാരമാക്കും. ഭർത്താവ് ഈ ക്യാരിങ് വലിയ ഇഷ്ടപ്പെടുന്നില്ല. ക്യാരിങ് വേണം, അതെല്ലാ ഘട്ടത്തിലും അവനിക്ക് വേണ്ടതില്ല. സ്ത്രീയെപ്പോലെ സ്ത്രീക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കുക, ചോറ് കഴിച്ച്, ഇതേ ഈ ക്യാരിങ്ങും മറ്റും സ്ത്രീകൾ കൂടുതലാണ്. പുരുഷന്മാർക്ക് അത് ചില സമയത്ത് വയ്യാതെ ഇരിക്കുമ്പോഴൊക്കെ ഒരു തലോടലൊക്കെ വേണം. അതല്ലേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിലിരിക്കുമ്പോൾ അവിടെ പോയി ഭക്ഷണം കൊടുത്ത്, അല്ലേ, നല്ലോണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബിബി സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഹദീസുകൾ കാണാം. അതുകൊണ്ട് ഖദീജയോട് വലിയ ഇഷ്ടമാണ്. ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് വന്ന് പറഞ്ഞ്, എനിക്ക് കുടിക്കാൻ വെള്ളം വേണം. വെള്ളം കൊടുത്തപ്പോൾ പറഞ്ഞു, ഈ സ്ഥാനത്ത് ഖദീജയായിരുന്നെങ്കിൽ ഇത് പറയേണ്ട ആവശ്യമില്ല, അവളിത് കണ്ട് ചെയ്യുമായിരുന്നു എന്ന് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് പലപ്പോഴും ഖദീജയോട് അസൂയ തോന്നിയിട്ടുണ്ട് എന്ന്. കെയറിങ് ആവശ്യമുണ്ട്. വല്ലാത്ത പ്രയാസപ്പെടുന്ന സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്ന്, സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടുക എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. സമ്മിലൂനി എന്ന് പറയുന്ന ഒരു രംഗം നമുക്ക് കാണാം. തീർച്ചയായും ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ആരാണ്, നിങ്ങൾ കുടുംബബന്ധം ചേർത്തുന്ന ആളാണ്, നിങ്ങൾ അതിഥിയെ സൽക്കരിക്കുന്ന ആളാണ്. ഇങ്ങനെ ഒരുപാട് മദ്ഹ് പറയുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മദ്ഹ് പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അത് അത്യാവശ്യമാണ്. അതേ സമയത്ത് ഭർത്താവ് ആഗ്രഹിക്കുന്ന മറ്റൊന്ന് ഭാര്യയിൽ നിന്ന് ലൈംഗികത, സെക്സ് തന്നെയാണ്. തീർച്ചയായും ഇത് ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. ഭർത്താവ് ചിലപ്പോൾ
ആഴ്ചയൊരിക്കലായിരിക്കാം വീട്ടിൽ വരുന്നത്, അല്ലെങ്കിൽ മാസത്തിലൊരിക്കലായിരിക്കാം, ചിലപ്പോൾ ദിവസം വരുന്നുണ്ട്, വൈകി വരുന്നതായിരിക്കാം. ആ ഭർത്താവ് വരുന്നതിന് മുമ്പ് നീ ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഭർത്താവ് പലയിടങ്ങളിൽ പോയി പലരും കണ്ടുവരുന്നതായിരിക്കും. അപ്പം നിന്നെ വീട്ടിലിങ്ങനെ ഒരുങ്ങി കാണുമ്പോൾ തീർച്ചയായും ഒരിക്കലും ഭർത്താവ് മറക്കൂല. പലയിടങ്ങളിൽ കരങ്ങി വരുന്ന ഭർത്താവ് ആ സമയത്ത് ഭർത്താവ് വലിയ ക്ഷീണത്തിൽ വരും. ചിലപ്പോൾ വീട്ടിൽ വന്നപ്പോൾ നീയാണെങ്കിൽ 12 മണി 1 മണി വരെ അടുക്കളയിലാണ്. ഭർത്താവ് നിന്നെ കാത്ത് കിടന്നുറങ്ങിപ്പോവും. ഭർത്താവിനത് വലിയ സങ്കടം ഉണ്ടാക്കും. പിന്നെ വിവാഹത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മാത്രം, കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അതിനോട് ഒരു വെറുപ്പും അറുപ്പും സ്ത്രീകൾക്ക് തോന്നും. ആ സമയത്ത് ഭർത്താക്കന്മാർ പല ചിന്തയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പല സ്ത്രീകളും പറയാറുണ്ട്, അവർക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവർ സാഹചര്യം കിട്ടുമ്പോൾ മുതലെടുക്കും, അന്യ സ്ത്രീകളുമായിട്ട് അവർ ബന്ധം പുലർത്തും. തീർച്ചയായും ഒരിക്കലും ഇല്ല. നീ കൃത്യമായ പരിഗണന നിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം നീ കൃത്യമായ വൃത്തിയോടുകൂടി അണിഞ്ഞു ഒരുങ്ങി ഭർത്താവിൻ്റെ മുമ്പിൽ നീ നിൽക്കാത്തത് കൊണ്ട് നീ ആദരിച്ച അതേ നൈറ്റും അതേ വസ്ത്രവും വൃത്തിയില്ലാതെ അവൻ്റെ മുമ്പിൽ പോകുമ്പോൾ അവൻ പിന്നെ പലയിടങ്ങളിലേക്ക് നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. അതിനൊക്കെ നാം ഒഴിവാക്കണം. ഭർത്താവിൻ്റെ കണ്ണ്, മൂക്ക് ഇതെല്ലാം ശ്രദ്ധിക്കണമെന്നാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അവൻ്റെ മൂക്കിന് വെറുപ്പുണ്ടാക്കുന്ന, കാഴ്ചക്ക് ഒരുപാട് വിഷമുണ്ടാക്കുന്ന ഒരു ദൃശ്യമൊക്കെ അവരെല്ലാം സഹിച്ച് പുറത്തങ്ങ് ജീവിക്കും. കൂടുതൽ അറ്റാക്ക് സംഭവിക്കുന്നത് പുരുഷന്മാർക്കാണ്. ഒരുപാട് ചിന്തയിലാണ്. കൂടുതൽ കരയുന്ന സ്ത്രീകളായിരിക്കും. പുരുഷന്മാർ കരച്ചിൽ കുറവാണ്. പുരുഷന്മാരെല്ലാം കുടുംബഭാരവും സാമ്പത്തിക പ്രശ്നവും എല്ലാം മനസ്സിങ്ങനെ ഒതുക്കി ഇങ്ങനെ കടിച്ചു പിടിച്ചാണ് ജീവിക്കുന്നത്. വലിയ പ്രയാസത്തിലാണ്. ആ സമയത്ത് നിൻ്റെ സപ്പോർട്ട്, നിൻ്റെ കെയറിങ് അത്യാവശ്യമാണ്. അതൊക്കെ നൽകുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. ലൈംഗികത എന്നുള്ളത് തീർച്ചയായും ശാരീരിക ബന്ധം, അത് മക്കളെ പിന്നെ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് പിന്മാറുന്ന പല സ്ത്രീകളുണ്ട്. ഒരിക്കലും പാടുള്ളതല്ല. പുരുഷന്മാർ മരണം വരെ അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ടാകും. ആ കാര്യത്തിൽ നാം അവരെ കൂടെ സഹകരിക്കാൻ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടല്ലേ എപ്പോൾ വിളിച്ചാലും പോകണമെന്നാണ് ശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവഗണിച്ച നിൻ്റെ ഇബാദത്തിൻ്റെ എല്ലാം പ്രതിഫലം അവനിക്ക് രേഖപ്പെടുത്തുമെന്ന് നാം പഠിച്ചവരാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തിലാക്കട്ടെ. കൃത്യമായി ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചുകൊണ്ടൊന്ന് കൈകാര്യം ചെയ്തു നോക്ക്. നമ്മുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തിലും റാഹത്തിലുമായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.